ഞാൻ ആനയുടെ അടുത്തൊന്ന് സംസാരിച്ചു നോക്കാം. അങ്ങേരെന്ത് പറയുന്നു അനുസരിച്ച് ബാക്കി വഴി നോക്കാം. ഓ ഒന്നും പറയണ്ട അണ്ണാ. ആനയെ പേടിച്ച് 110 കിലോമീറ്റർ സ്പീഡിൽ ഒരു പിടിയിലങ്ങ് വിട്ടു. അതിന് ഓട്ടോ മാക്സിമം 50-ലല്ലേ പോവും. ആ പോയത് 50 തന്നെ, പക്ഷെ ഒരു 110ന്റെ മതിപ്പുണ്ടായിരുന്നു. എന്നിട്ട് അങ്ങനെ ആട്ടോ ഓവർ ബ്രിഡ്ജ് ഇറങ്ങിയതും ഒരു സിക്കുകാരൻ കുറുകെ എടുത്ത് ഒറ്റച്ചാട്ടം. കണ്ണുടച്ച് ഞാനൊരു ചവിട്ടി. വണ്ടി സിക്കുകാരന്റെ തലയുടെ മുകളിൽ കൂടി ഡൈവ് ചെയ്ത് ഓടിക്കൊണ്ടിരുന്ന ഒരു ലോറിയുടെ മുകളിൽ കയറി. ലോറി നിർത്തി. ലോറി ഡ്രൈവർ ഞാൻ ഇറങ്ങി. ഓട്ടോ ലോറിയുടെ മുകളിൽ നിന്നും പൊക്കിയെടുത്ത് താഴെ വെച്ചു. അപ്പൊ ആ സിക്കുകാരൻ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, സാരേ ജഹാംസെ അച്ഛാ. ഞാൻ പറഞ്ഞു, കുച്ചു കുച്ചു ഹോത്തായെന്ന്. ഉടനെ ആ സിക്കുകാരൻ 1000 രൂപ എടുത്ത് എണ്ണി എന്റെ പോക്കറ്റ് ഇട്ടു. 1000 രൂപ? ആ, കാഞ്ഞിരപ്പള്ളി കറിയാത്തനാണ് സത്യം. സിക്കുകാരെന്ന് വെച്ചാൽ ആരാ? അവരെ പേടിച്ച് സർക്കാർ ലീവ് വരെ കൊടുക്കുന്നുണ്ട്. കേട്ടിട്ടില്ലേ? സിക്ക് ലീവ്. എന്നിട്ടാ രൂപ എവിടെ? ഞാൻ കാണിച്ചുതരാം. അയ്യോ പോയാ. ഞാൻ പറഞ്ഞില്ലേ എന്റെ കാശ് വാഴൂല. ആരോ പോക്കറ്റ് അടിച്ചു. ഇനി ഇവൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. ചോദിക്കട്ടെ. സത്യം പറയുന്നൂടാ, എന്താ ഉണ്ടായത്? സത്യം പറയാലോ ബാവണ്ണ. ആനയെ പേടിച്ച് ഓടുന്നതിനിടയിൽ എന്റെ ഓട്ടോ ഒരു സിക്കുകാരന്റെ സ്കൂട്ടറിൽ കൊണ്ട് നിടിച്ചു. എന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന 200 രൂപ അയാളെ മേടിച്ചെന്നാ.